വാർത്തകൾ വിശദമായി. എറണാകുളം മൂഴിക്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 4 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിലെ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. കൊലപാതകം നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് വരെ കുട്ടി പീഡനത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പീഡനം നടന്ന വീടിനുള്ളിൽ വെച്ച് തന്നെയാണെന്നാണ് പോലീസ് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് നിർണായക വഴിത്തിരിവായത്. മറ്റു തെളിവുകളും ലഭിച്ചെന്ന് പോലീസ് പറയുന്നു. ചോദ്യം ചെയ്യലിനിടെ പ്രതി പൊട്ടിക്കരഞ്ഞുവെന്നും കുറ്റം സമ്മതിച്ചുവെന്നും പോലീസ് അറിയിച്ചു. പോക്സോ ബാലനീതി വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും കേസ് അന്വേഷിക്കുക. കുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റം ചുമത്തി അമ്മയ്ക്കെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. പീഡന വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അമ്മയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു. ചോദ്യം ചെയ്യലിലെ ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചില്ല. തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അബദ്ധം പറ്റിയെന്ന് പ്രതി സമ്മതിക്കുകയായിരുന്നു. കുട്ടി ക്രൂര ബലാത്സംഗത്തിന് ഇരയായെന്നാണ് കണ്ടെത്തൽ. കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെയാണ് പോക്സോ കുറ്റം ചുമത്തി പുത്തൻകുരിശ് പോലീസ് പിടികൂടിയത്. കുട്ടിയുമായുള്ള അടുപ്പം മുതലെടുത്ത് വീട്ടിൽ നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി സമ്മതിച്ചു. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ടിൻ്റെ സെക്ഷനിൽ ഒരു 0 FIR ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ തുടങ്ങി. അതിനായിട്ടുള്ള മേജർ തെളിവുകളും ഇമ്പോർട്ടൻറ്റ് എവിഡൻസുകളും ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതല്ലാതെ ഇതിൽ നമുക്ക് സംശയകരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തെളിവുകളെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കാര്യത്തിൽ ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ പിന്നെ പറയാം.